മട്ടൺ ബ്രെയിൻ ഉപയോഗിച്ച് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഓംലെറ്റ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഓംലെറ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു പാചക രീതി. ആദ്യം തന്നെ മട്ടൺ ബ്രെയിന് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ബോയിൽ ചെയ്തെടുക്കണം. മട്ടൺ ബ്രെയിൻ ഇല്ലാതെയും ഈ രീതിയിൽ ഓംലെറ്റ് ഉണ്ടാക്കി നോക്കിയാലും കിടിലം ടേസ്റ്റാണ്. ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ചില്ലി ഫ്ലേക്സ്, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും തേങ്ങാപ്പീരയും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 മുട്ടയാണ് ഒരു മട്ടൺ ബ്രെയിനിന് ഞാൻ എടുത്തിട്ടുള്ളത്. നേരത്തെ ബോയിൽ ചെയ്ത് ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള മട്ടൺ ബ്രെയിന് ചേർത്ത് ഇതിലേക്ക് 1 സ്പൂൺ പശുവും പാലും കൂടെ ചേർത്ത് വേണം ബീറ്റ് ചെയ്യാൻ. ഇതുപോലെ നല്ലോണം അടിച്ച് പതപ്പിച്ച് വേണം ഓംലെറ്റ് ഉണ്ടാക്കാൻ. ഈ ഓംലെറ്റ് നല്ല ഹെൽത്തിയും കൂടെയാണ്. ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയോ? ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ജില്ലാ താലൂക്ക് ആശുപത്രികളിലോ അതോ മെഡിക്കൽ കോളേജുകളിലോ ഒക്കെ ഒന്ന് പോയി നോക്കുക. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഈ ഹെൽത്ത് പോർട്ടൽ വന്നതോടുകൂടി OP ടിക്കറ്റ്സും അതുപോലെ നമുക്ക് സൗകര്യമുള്ള സമയത്ത് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാനും കഴിയും. അതായത് പണ്ടത്തെ പോലെ ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് ചുരുക്കം. അത് മാത്രമല്ല, ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ ആശുപത്രികളിൽ ഉണ്ട്. എന്തിനു പറയണം, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഒരു ജില്ലാ ആശുപത്രി കേരളത്തിലാണ് ഉള്ളത്. കൂടാതെ ഡയാലിസിസ് അടക്കമുള്ള ചികിത്സയ്ക്കുള്ള മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉള്ളത്. സാധാരണക്കാർക്ക് പണമില്ലെന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ ചികിത്സ കിട്ടാതെ ഇരിക്കുന്നില്ല. 42 ലക്ഷത്തിലധികം പേർക്കാണ് കാരുണ്യ ഹെൽത്ത് കാർഡ് ഇതിനോടകം നൽകിയിട്ടുള്ളത്. വർഷത്തിൽ 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയാണ് കാരുണ്യ ഹെൽത്ത് കാർഡ് മുഖാന്തരം കിട്ടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം കേരളമാണ്. കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം തുടർച്ചയായ 3-ാം വർഷവും കേരളമാണ് നേടിയത്. മാത്രമല്ല, എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യം ആയി കഴിഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ മാത്രം നടത്തിയിരുന്ന നവീന ചികിത്സാ സൗകര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊന്ന് കയറി നോക്കൂ. കൂടെ ഓൺലൈനായിട്ട് OP ടിക്കറ്റ് എടുക്കാൻ മറക്കണ്ട. നമ്മുടെ മട്ടൺ ബ്രെയിനിന്റെ ഓംലെറ്റ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ചോറും ചമ്മന്തിയും മുട്ടയും പണ്ട് മുതലേ കിടിലം ഒരു കോമ്പിനേഷനാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറ്റുപാത്രത്തിൽ ഈ ഒരു കോമ്പിനേഷൻ വെച്ചു കൊടുക്കുന്ന അമ്മമാരുണ്ട്. ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു പീസ് മുട്ടയെടുത്ത് അതിൽ ചോറും ചമ്മന്തിയും കൂടെ പൊതിഞ്ഞ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചി ഒന്ന് വേറെ തന്നെയാണ്.